നടൻ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 3 സിനിമകൾ നേരത്തെ ചെയ്ത 3 സിനിമകളിൽ അഭിനേതാവ് എന്നുള്ള രീതിയിൽ പണം കൈപ്പറ്റാതെ സഹനിർമ്മാതാവ് എന്നുള്ള രീതിയിൽ 40 കോടി രൂപ കൈപ്പറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ പേരിലാണ് ഈ ഒരു അന്വേഷണം, ഈ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. ഇപ്പോൾ പൃഥ്വിരാജും കുടുംബവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇതൊരു പ്രതികാര നടപടിയാണ്. ഇപ്പം മല്ലിക സുകുമാരൻ അവരല്ല ഇതിൻ്റെ നിർമ്മാതാവ്, അമ്മയാണെന്ന് മാത്രമേ ഉള്ളൂ കയറി പ്രതികരിച്ചിരിക്കുകയാണ്. ആദ്യമേ തന്നെ എനിക്ക് ചിരി ഉളവാകുന്നത് അവർ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ കുറ്റബോധം ഉള്ളിൽ കിടക്കുന്നു അമ്മയ്ക്കും മകനും എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തായാലും ഇങ്ങനെ പറയുന്നത്, അമിതാഭ് ബച്ചൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സിനിമാ നടൻ അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കാറുണ്ട് റെയ്ഡ്. ഇനി ഉദാഹരണം പറയാം, മദർ ഇന്ത്യ എന്നുള്ള സിനിമയിലൂടെ ഇന്ത്യയെ അനശ്വരയാക്കിയ സ്വയം അനശ്വരയായ നർഗീസ് ദത്ത്, അവരുടെ വീട്ടിലും ആദായ നികുതി റെയ്ഡ് നടന്നിട്ടുണ്ട്. ഫാൽക്കെ അവാർഡ് നേടിയ നടന്മാരുടെ വീട്ടിൽ, താരലോകത്തെ മുടിചൂട മന്നന്മാരുടെ എല്ലാം മുംബൈയിലെ വീടുകളിൽ, കോടികൾ വിലമതിക്കുന്ന വീടുകളിലൊക്കെ റെയ്ഡ് നടക്കാറുണ്ട്. അന്നൊന്നും അവരുടെ അമ്മമാരാരും പറയാറില്ല എൻ്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സമാനമായൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് പിണറായി വിജയൻ മാത്രമാണ്. പിണറായി വിജയനായ മാത്രമാണ് പറഞ്ഞത് നിയമസഭയിൽ, ഈ കൈകൾ ശുദ്ധമാണ്. അതിന് സമാനമായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ, അവരൊരു ഔദ്യോഗിക സ്ഥാനവും വഹിക്കുന്ന ആളല്ല, ഇപ്പം മധുരയിലാണെന്ന് തോന്നുന്നു, മധുരയിൽ പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക, പാർട്ടിയിലൊരു സ്ഥാനവും ഉള്ളതായിട്ട് നമുക്കറിയില്ല. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പിണറായി അവകാശപ്പെട്ടത്. സമാനമായൊരു പ്രസ്താവന മാത്രമായിട്ട് ഈ മല്ലിക സുകുമാരൻ്റെ പ്രസ്താവനയെ കാണാൻ പറ്റും. സിനിമയുമായിട്ടൊരു ബന്ധവുമുള്ള ആളല്ല, സിനിമയിൽ അവർ അഭിനയിച്ചിട്ടില്ല, അവർ തിരക്കഥ എഴുതിയിട്ടില്ല, സംവിധാനം ചെയ്തിട്ടില്ല, നിർമ്മാതാവുമല്ല. എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് എനിക്ക് മാത്രമല്ല സാർ, ഇതിപ്പോൾ ആദായ നികുതി വകുപ്പ് ഈ ഒരു വിശദീകരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 2022 ഇത് അന്ന് തന്നെ ഇത് ചോദിച്ചിരുന്നു, വിശദീകരണം ചോദിച്ചിരുന്നു, അതിന് മറുപടി നൽകില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അവർ വിശദീകരണം ആവശ്യപ്പെട്ടത്. മാർച്ച് 29 ഇത്തരത്തിലുള്ളൊരു നോട്ടീസ് പൃഥ്വിരാജിന് ചെന്നിരിക്കുന്നത്. പക്ഷെ ശരിയായിരിക്കാം, കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലോ, അത് മല്ലിക സുകുമാരൻ്റെ മകനുമായതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള ഒരു നടപടിക്കും അദ്ദേഹം വിധേയനായിക്കൂടാ എന്ന് വല്ല എക്സെപ്ഷനും അല്ലെങ്കിൽ എക്സംഷനും ഉണ്ടായിരിക്കുമോ എന്നെനിക്കറിയില്ല. അദ്ദേഹം അങ്ങനൊരു മനുഷ്യനായതുകൊണ്ട്, അതുല്യനായതുകൊണ്ട്, ഓൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ദി ലോ എന്നാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. ഇനി അതിന് അപവാദമായിട്ട് എന്തെങ്കിലും ഈ കാര്യത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഓരോ തവണയും മല്ലിക സുകുമാരൻ വരുന്ന എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തോ തെറ്റുണ്ടെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുകയുള്ളൂ. കുറ്റബോധം എന്തോ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഉള്ളൊരു വിചാരമേ ഉണ്ട്. അമിതാഭ് ബച്ചൻ്റെയൊക്കെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ അമിതാഭ് ബച്ചനൊക്കെ പ്രതികരിച്ചാൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവനത് ഏറ്റുപിടിക്കും. ലോക പ്രശസ്തനാണ് അദ്ദേഹം. ഇപ്പോഴും ആ കലയുടെ ഉത്തുംഗ ഗോപുരത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളാണ്. ഒരു കോൺട്രവേഴ്സിയിലേക്കും അദ്ദേഹം പോയിട്ടില്ല, കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. ചാടി അങ്ങ് പുറപ്പെടുക, എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇത് തീരുമാനിക്കാനല്ലേ അന്വേഷണ ഏജൻസികളെ വെച്ചിരിക്കുന്നത്? അല്ല പ്രധാനമന്ത്രി നേരിട്ട് എന്തെങ്കിലും ചെയ്യുമല്ലോ. BJPയുടെ പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നതല്ലല്ലോ. BJPയുടെ ഇപ്പോഴത്തെ ദേശീയ പ്രസിഡൻ്റായിട്ടുള്ള JP നദ്ദ ചെയ്യുന്നതല്ല. ഇന്ത്യയുടെ സംവിധാനങ്ങൾ, ഭരണഘടനാ പ്രകാരമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നടത്തുന്ന അന്വേഷണമാണ്. എൻ്റെ മകൻ തെറ്റ് ചെയ്ത് ഇതിപ്പോൾ വേറൊരാൾ ഏറ്റുപിടിക്കും, പിണറായി വിജയൻ. ഇത് വേട്ടയാടലാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി MV ഗോവിന്ദന് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു വേട്ടയാടലാണെന്നുള്ള രാഷ്ട്രീയ പ്രതികരണം, രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമാണ്. ഇവരൊക്കെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അല്ല, നേരത്തെ കുറച്ചു നാൾ മുമ്പ് ഒരു സംഘപരിവാറാണ് ഇവരെ വേട്ടയാടുന്നത് എന്ന് പറയുന്നത്. ഇപ്പൊ വീണ്ടും പറയുന്നത് ഇഡിയും ഇൻകം ടാക്സും ആണ്. ഇഡിയും ഇൻകം ടാക്സും എന്താണ്, എങ്ങനെയാണ്? അല്ല, അതിന് മുകളിൽ കോടതികളുണ്ടല്ലോ. ഇഡി ഇൻകം ടാക്സും എന്തെങ്കിലും കള്ളക്കണക്കും കള്ളരേഖകളും വെച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ പേടിക്കുന്നവരാണോ കോടതി എന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത്? എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ സംശയത്തിൽ നിർത്തണമല്ലോ. സാർ, ഇതിപ്പോ പറഞ്ഞു വന്നത് 3 സിനിമകൾ, അതായത് ജനഗണമന, ഗോൾഡ്, അതുപോലെ കടുവ എന്നീ 3 സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു. അഭിനേതാവ് മാത്രമായിട്ടാണ്. പിന്നീട് പക്ഷേ ഇദ്ദേഹം പണം കൈപ്പറ്റിയത് അഭിനേതാവ് എന്നുള്ള രീതിയിലല്ല, സഹനിർമ്മാതാവ് എന്നുള്ള ഏകദേശം 40 കോടി രൂപ. അവിടെയാണ് സംശയം വരുന്നത്. എന്തിനായിരിക്കും ഈ ഒരു 40 കോടി രൂപ
സഹനിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം കൈപ്പറ്റിയത്? അതിന് പ്രത്യേക കാരണമുണ്ട്. നടൻ എന്നുള്ള നിലയിൽ ഈടാക്കപ്പെടുന്ന നികുതിയും സഹനിർമ്മാതാവ് അല്ലെങ്കിൽ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ നൽകപ്പെടുന്ന പ്രതിഫലവും തമ്മിൽ ഈടാക്കപ്പെടുന്ന നികുതിക്ക് വ്യത്യാസമുണ്ട്. നടൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൈപ്പറ്റുന്ന നികുതിക്ക് കൂടുതൽ ആദായ നികുതി കൊടുക്കേണ്ടി വരും. ആദായ നികുതിയുടെ തോത് കൂടുതലാണ്. ഓരോ സ്ലാബുകളുണ്ടല്ലോ ആദായ നികുതിക്ക്. പക്ഷേ നിങ്ങളൊരു സഹനിർമ്മാതാവാണ് അല്ലെങ്കിൽ നിർമ്മാതാവാണെന്ന് വരുമ്പോൾ അവിടെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടു താഴെയുള്ള സ്ലാബിലുള്ള നികുതി കൊടുത്താൽ മതി. അങ്ങനെ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ടേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ നടൻ എന്നുള്ളതിൽ ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പണം കൂടി നിർമ്മാതാവ് എന്നുള്ള ഒരു സ്ലാബിൽ വെച്ച് വാങ്ങിക്കുക. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇദ്ദേഹം മാത്രമല്ല പലരും നടത്താറുണ്ട്. ഇതിൻ്റെ ഒരു വിശദീകരണം കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ 40 കോടി രൂപ സഹനിർമ്മാതാവ് എന്നുള്ള രീതിയിൽ കൈപ്പറ്റുമ്പോൾ അങ്ങോട്ട് നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം ചെലവാക്കിയ തുകയുടെ ഒരു കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? അത് എത്തരത്തിൽ വന്നു അല്ലെ എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ സോഴ്സ് കാണിക്കേണ്ടി വരും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പറഞ്ഞത്. ഈ പണം എവിടെ നിന്നുണ്ടായി? പിന്നെ നമുക്ക് പൃഥ്വിരാജിനെക്കുറിച്ച് സംശയിക്കേണ്ടതില്ല. കാരണം ജനങ്ങൾക്കായിട്ട് 5 പൈസ അദ്ദേഹം കൊടുക്കുന്നില്ല. വലിയ ഒരു മഹാനാണല്ലോ. ഇന്ത്യയൊക്കെ തിരുത്താൻ വേണ്ടി ശക്തനായ ഗുജറാത്ത് കലാപം മുതലേ അദ്ദേഹം ഇന്ത്യയെ കണ്ടിട്ടുള്ളൂ. വിഭജനകാലത്തെ ഇന്ത്യയെ അദ്ദേഹം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ വേദന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചവർക്കേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ഗുജറാത്തിൽ ഈ കണ്ട ഒരാഴ്ചത്തെ അതിലുണ്ടായിട്ടുള്ള 250 ഹിന്ദുക്കളും മരിച്ചു എന്നുള്ളതും ഒരു പക്ഷേ പൃഥ്വിരാജ് സുകുമാരൻ അറിയില്ല. അവരെ മരിച്ചവരുടെ പേരുകൾ അറിയില്ല. അതുപോലെ തന്നെ ഗോത്ര സംഭവത്തിൽ നിന്നാണ് അതുണ്ടായതെന്ന് അറിയില്ല. കാരണം അദ്ദേഹം കണ്ടിരിക്കുക മിക്കവാറും ഇവിടെ CPMക്കാർ നാടുനീളെ പ്രചരിപ്പിച്ച വീഡിയോ രഥങ്ങളായിരിക്കും. അത് വൺ സൈഡഡ് ആയിരുന്നു. അത് കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ കാര്യം മാത്രമായിരുന്നു. ചുട്ടുകൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെ കാര്യമൊന്നും അതിൽ പറഞ്ഞിരുന്നില്ല. മരിച്ചവരുടെ പേരുകൾ പോലുമില്ല. അതിലെ കൊലയാളികളിൽ ഒരാൾ പാകിസ്ഥാനിൽ പരിശീലനം തേടിയ ഭീകരവാദിയായിരുന്നു. വധശിക്ഷയാണ് കോടതി അദ്ദേഹത്തിന് വിധിച്ചത്. പേര് എനിക്ക് ഓർമ്മയില്ല. കാരണം പത്രങ്ങൾ ആ പേരുകളൊന്നും ആവർത്തിക്കാറില്ല. ബിൽക്കിസ് ബാനു ആ പേരാണ് എനിക്കും സുപരിചിതം. കാരണം പത്രത്തിൽ എപ്പോൾ നോക്കിയാലും അതേ കാണൂ. പിന്നെ ട്രീസ്റ്റാ സിത്തൽവാദ് ആയിരുന്നു ഇതിൻ്റെ ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന വെച്ച് കേസുകൾ നടത്താൻ ഇറങ്ങിയ മനുഷ്യാവകാശ പ്രവർത്തക എന്ന് പറഞ്ഞിട്ട് പത്രപ്രവർത്തകരെല്ലാം കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന ആൾ. അവർ വിദേശ ഫണ്ട് അനധികൃതമായിട്ട് കൈപ്പറ്റിയിരുന്ന ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ പേരിൽ ഫ്രോഡ് നടത്തിയ വ്യക്തിയാണെന്നുള്ളത് പിൽക്കാലത്ത് അന്വേഷണ ഏജൻസികളും കോടതി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഫ്രോഡായിരുന്നു. അവർ നടത്തിയത് ഫ്രോഡായിരുന്നു. വീണ വിജയൻ്റെ കമ്പനി നടത്തിയത് ഫ്രോഡായിരുന്നു. ഇപ്പോൾ ഇതുപോലെ വളരെ ഫ്രോഡും പൃഥ്വിരാജിനും ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ അതുണ്ടാവാൻ വകയില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ലംബോർജിനി, എൻ്റെ മകന് ലംബോർജിനി കാറുണ്ട്, ഭീകരമായ വിലയുള്ളത്. പക്ഷേ അമ്മയും മകനും അന്ന് വെള്ളപ്പൊക്കത്തിൽ ചെമ്പുകലത്തിലൊക്കെ രക്ഷപ്പെട്ടപ്പോൾ അവർ സഹായിക്കാനുണ്ടായിരുന്നത് സേവാഭാരതി ആണ്. സേവാഭാരതി എന്താണെന്ന് അവർക്കറിയില്ല. സേവാഭാരതി എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഒരു ഭാഗമാണ്. RSSനോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നുള്ളത് അവർക്ക് അറിയില്ലായിരിക്കാം. എന്തായാലും കൊള്ളാം. അന്ന് ഒരാൾ പോലും, വേറെ ഒരൊറ്റ ആൾ പോലും ഈ വെള്ളപ്പൊക്കത്തിൽ അവർ വെട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. എന്താ കാര്യം? മനുഷ്യർക്ക് വേണ്ടി ഒരു സഹായി പണം ഉണ്ടാക്കി അവരെ ഈ ലംബോർജിനിയും അങ്ങനെയുള്ള ആഡംബര വസ്തുക്കളും കുന്നുകൂട്ടുമ്പോഴും നികുതി വെട്ടിക്കുമ്പോഴും ഒരു കാര്യം പോലും പാവപ്പെട്ട ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാതെ ഈ പറയുന്ന ഭ്രൂണം പുറത്താക്കിയ ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീക്ക് വേണ്ടി ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കൊല്ലപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി 5 പൈസ ഇവർ മുടക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നിട്ട് ആളുകളെ വീണ്ടും വിഭജനത്തിൻ്റെ ഒരു വികാരത്തിലേക്ക് ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വക കാര്യങ്ങളും ചോദ്യചിഹ്നങ്ങളായിട്ട് നിൽക്കുകയില്ലേ? മറിച്ച് ഇദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരനായ സുരേഷ് ഗോപി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ മതവിഭാഗങ്ങളിൽപ്പെട്ട എത്രയോ പേരുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൈ അയച്ച സഹായം കൊണ്ട് മാത്രം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതിന് നല്ല മനസ്സുണ്ടാകണം. ക്ഷുദ്രമായ മനസ്സല്ല ഉണ്ടാവേണ്ടത്. ഇന്ത്യയെ ഭിന്നിപ്പിക്കുക, ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കുക, ഇസ്ലാമും ഹിന്ദുവും തമ്മിൽ അനൈക്യവും അതുപോലെ തന്നെ ചേരിതിരിവും ഉണ്ടാക്കി
വർഗീയ ലഹളകളിലേക്ക് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, പ്രമേയങ്ങൾ വരുന്നത് ക്ഷുദ്രമായ മനസ്സിൽ നിന്നാണ്. ഇന്ത്യ തകരണമെന്നുള്ള ഒരാഗ്രഹത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ കുറ്റബോധം അവിടെ വരുന്നത്. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെയായിരുന്നല്ലോ നമ്മുടെ സിനിമയിൽ, മക്ബത്ത് എന്നുള്ള സിനിമയിലും അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. അവിടെ കൊലപാതകം നടത്തി രാജാവാകാൻ ശ്രമിച്ച മക്ബത്ത് അതിന് ഉപദേശം കൊടുത്ത ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, എല്ലാ രാത്രികളിലും ഉറങ്ങാൻ കഴിയുന്നില്ല അവർക്ക്. ഉറങ്ങാതെ അവർ പോയി കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എൻ്റെ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ, ബോധിപ്പിക്കാൻ. പക്ഷേ അവരുടെ മനസാക്ഷി എന്ന് പറയുന്ന കോടതി ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുത്തില്ല. ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ, ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകത്തിന് പിന്നിൽ നിൻ്റെ പൈശാചികമായ മനസ്സെന്ന് എപ്പോഴും അത് പറഞ്ഞുകൊണ്ട് അവരെ ഉറങ്ങാൻ അനുവദിക്കാതിരുന്നു. ഇപ്പം അങ്ങനെയുള്ള മാനസിക വിഭ്രമന്തികൾക്ക് മറുപടി പറയാൻ നമുക്കൊന്നും പറ്റുകയില്ല. ഇതെന്താണെന്നുള്ളത് ഈ അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അത് വിശ്വസിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. അത് യോജിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അവർക്ക് കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. കേസ് കൊടുത്ത് അവർ അഗ്നിശുദ്ധരായിട്ട് പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൈയ്യടി കൊടുക്കാം. അല്ലെങ്കിൽ ഈ തോക്കിനകത്ത് കയറി വെടിവെക്കുന്നത് പോലെ ഈ അന്വേഷണം നടക്കുമ്പോഴേ എൻ്റെ മകൻ ശുദ്ധനാണെന്നിങ്ങനെ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോടതിയോ വിശദീകരണം നേരത്തെ കൊടുക്കായിരുന്നു. പിന്നെ നമുക്ക് കോടതികൾ വിശദീകരണം ചോദിച്ചതാണ്, കൊടുത്തില്ല. വീണ്ടും ഇപ്പോൾ ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ വിവരം കിട്ടാത്തത് കൊണ്ടായിരിക്കും. അല്ല, എല്ലാ അമ്മമാരും ഇങ്ങനെ എൻ്റെ മകൻ ശുദ്ധനാണ്, എൻ്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണ ഏജൻസിയോ കോടതിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ എത്രയോ കോടി രൂപ നമ്മുടെ രാജ്യത്തിന് ലാഭമാവുന്നത് നല്ല കാര്യം തന്നെയാണ്. സത്യസന്ധരായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയാണ്. രാഷ്ട്രീയം നമുക്ക് ഇല്ലാതാക്കുകയും ചെയ്ത്, അന്വേഷണത്തിലെ രാഷ്ട്രീയം അത് ഇല്ലാതാവുകയും ചെയ്യുന്നത് നല്ല കാര്യമാണത്. അങ്ങനെയാണെങ്കിൽ ആരെയും വിഷമിപ്പിക്കാതെ അങ്ങനെ പരിശുദ്ധരായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവാം, നമുക്കതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ ഒരു രാജ്യമാണ് വരുന്നതെങ്കിൽ എത്ര സുന്ദര ആയിരിക്കും അത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.